ഇപ്പം നാളെ ഞാൻ മരിച്ചു പോയെന്ന് വിചാരിക്കുക. മരിച്ചു പോയാൽ ഈ ബുക്ക് ഇവിടെ ഉണ്ടാവും. ഞാനേ മരിക്കുന്നുള്ളൂ, ഈ പുസ്തകം ഇവിടെ ഉണ്ടാവും അല്ലേ. ഈ ബുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെലുങ്കിലും കന്നഡയിലും എല്ലാ ഭാഷയിലും നമ്മൾ അച്ചടിച്ച് ഇറക്കാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന MDRE പറ്റിയാണ്. അപ്പം അതിൻ്റെ കൂടെ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞു, താങ്കൾ രചിച്ച പുസ്തകം. അതിൽ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപോയി. അപ്പം കുറേ പദങ്ങൾ കേട്ടിട്ടില്ലാത്തതും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും സംശയമുള്ളതും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു. അതിലൊന്നാണ് രാഹു കേതു മധ്യബിന്ദു എന്ന് പറഞ്ഞത്. അപ്പം അതെന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഈ രാഹു കേതു മധ്യബിന്ദു അല്ലെങ്കിൽ രാഹു കേതു മധ്യബിന്ദു എന്ന് പറയുമ്പോഴേ കുറേ പേർക്ക് ഡൗട്ടാണ്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ നോക്കിയും ചെയ്യുന്നില്ല. പക്ഷേ ഹിന്ദിയിലുള്ള ആളുകളും തമിഴിലുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇൻട്രോ കൊടുക്കാം. നമ്മുടെ ബുക്കിനകത്ത് അതുണ്ട്. രാഹു കേതു മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 രാശികളിൽ രാഹുവും കേതുവും 180 ഡിഗ്രിയിൽ നിൽക്കുക. എല്ലാ ഗ്രഹങ്ങളും വലത്തോട്ട് സഞ്ചരിക്കുമ്പോൾ, ക്ലോക്ക് വൈസ് സഞ്ചരിക്കുമ്പോൾ, ഈ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസാണ് സഞ്ചരിക്കുക. അപ്പോൾ ഈ ആസ്ട്രോളജി പ്രകാരം ഇവർ പറഞ്ഞത് ഈ രാഹുവും കേതുവും ഇറ്റ്സ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് പോലെയാണ് പ്രവർത്തിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രാഹു കേതു എന്ന് പറയുന്നത് ഏത് കള്ളിയിലാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ അടുത്താണോ വരുന്നത് അവരുടെ കൺട്രോൾ, അതായത് രാഹു കേതു ഈ കൺട്രോൾ മാറ്റിയിട്ട് രാഹു കേതുവിൻ്റെ കൺട്രോളിലേക്ക് ഈ ഗ്രഹത്തിനെ കൊണ്ടുവരും. മാഗ്നറ്റ് പോലെ. ഇപ്പോൾ നമ്മളൊരു ഒറ്റ കോയിൻ ഉണ്ട്, ഒരു വലിയൊരു കാന്തമുണ്ട്. കാന്തം കോയിനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കോയിൻ എന്തായിട്ട് മാറും? കാന്തത്തിൻ്റെ ഇതായിട്ട് മാറിയിട്ട് വേറൊരു കോയിൻ ഇത് മുട്ടിച്ച് പിടിപ്പിക്കാം അല്ലേ, വേറെ കോയിനിൽ ഒട്ടിക്കാം. അപ്പോൾ ഈ കാന്തത്തിൻ്റെ തനിമ എന്ന് പറയുന്നത് ഈ കോയിനിൽ വരും. അതേപോലെ തന്നെ രാഹു കേതു ഏത് ഗ്രഹത്തിലാണോ ഏത് കള്ളിയിലാണോ വരുന്നത് അത് മാഗ്നറ്റ് പോലെ അതിൻ്റെ തത്വം പിടിക്കും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ രാഹുവിന് ഈ മാഗ്നറ്റിക് ഫോഴ്സ് എൻഡ് ആവുന്നത് മധ്യബിന്ദു, അതായത് രാഹുവിൻ്റെയും കേതുവും. രാഹു ഒരു തലക്കിലും, ഇപ്പോൾ മീനത്തിലും കന്നിയിലും രാഹു ആണെന്ന് വിചാരിക്കുക, കോണോട് കോൺ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ രാഹു ആകാശത്ത് നിൽക്കുന്നത് കുംഭത്തിലാണ്. കുംഭത്തിൽ മകരത്തിൽ വരുന്നു. കുംഭത്തിലും ചിങ്ങത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഉദാഹരണ പ്രകാരം ഞാൻ പറയുന്നത് ഇപ്പോൾ മീനത്തിലും കന്നിയിലുമാണ് രാഹു കേതു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുക അല്ലേ. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇതിൻ്റെ മധ്യബിന്ദു, കേതുവിൻ്റെ മധ്യബിന്ദു എന്ന് പറയുന്നത്, കേതുവിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എത്താത്ത കള്ളി മിഥുനത്തിലേക്ക് വരും. അതേപോലെ തന്നെ മീനത്തിലുള്ള രാഹുവിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എത്താത്ത കള്ളി എന്ന് പറയുന്നത് ഏറ്റവും അടിയിലുള്ള നമ്മുടെ മകരം കഴിഞ്ഞിട്ടുള്ള ഗുരുവിൻ്റെ കള്ളി ഉണ്ടല്ലോ, ആ കള്ളിയിലാണ് വരിക. അതായത് ഇടവം മീനം മിഥുനം തുടങ്ങി ധനുസ് എന്ന് പറഞ്ഞ കള്ളി. ഈ ധനുസ് എന്ന് പറഞ്ഞ യുദ്ധത്തിൻ്റെ കള്ളിയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കള്ളിയിൽ രാഹുവിൻ്റെ എനർജി അവിടേക്ക് എത്താതെ വരും. ഇതിനെയാണ് രാഹു കേതു മധ്യബിന്ദു എന്ന് പറയുക. അപ്പോൾ എവിടെ ഉണ്ടാവും ഫോക്കസ് പോയിന്റ്? ഒന്ന് മിഥുനത്തിലും പിന്നെ ഒന്ന് ധനുസിലും ഈ പോയിന്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ ജാതകം നോക്കുന്ന സമയത്ത് ഏത് കള്ളിയിലാണോ രാഹു കേതു ഉള്ളത് അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് 4ാമത്തെ കള്ളിയിലും, രാഹുവിൻ്റെയും കേതുവിൻ്റെയും ആൻറ്റി ക്ലോക്ക് വൈസ് 2 4ാമത്തെ കള്ളി. ആ 4ാമത്തെ കള്ളിയിൽ ആണ് അതിന് വിളിക്കുന്ന പേരാണ് രാഹു കേതു മധ്യബിന്ദു. അപ്പോൾ രാഹുവും കേതുവും ആസ്ട്രോളജിയിൽ പറയണത് മുൻജന്മ കർമ്മയും അച്ചാച്ചന്മാരും അമ്മാമ്മമാരുമാണ് ഈ രാഹുവും കേതു എന്ന് പറയുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ തലമുറയിലും അമ്മാമ്മയുടെ തലമുറയിലും വിട്ടുപോയ റേഞ്ച് കിട്ടാത്ത ഒരു കഷ്ണം, ഒരു പ്രോഗ്രാം എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ഈ പറയുന്ന 4ാമത്തെ കള്ളിയിലുണ്ടായിരിക്കും. അതിനാണ് രാഹു കേതു മധ്യബിന്ദു. ഈ മധ്യബിന്ദുവിൽ ഉള്ള കർമ്മ എന്താണോ അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ജാതകത്തില് കാലസർപ്പയോഗം വരുന്നത് വേറെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. കാലസർപ്പയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. രാഹു കേതുവിന്റെ മധ്യബിന്ദുവിൽ വരുമ്പോൾ ഈ മധ്യബിന്ദുവിൽ വരുന്ന കള്ളിയിലുള്ള ഗ്രഹങ്ങൾ, ആ മധ്യബിന്ദുവിൽ വരുന്ന കള്ളി നമുക്ക് ഏതാണോ വരുന്നത് കാലചക്രപ്രകാരം, അവിടെ നമുക്ക് പ്രോബ്ലം, ബുദ്ധിമുട്ട്, തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അത് ഈ നമ്മുടെ ബുക്കിനകത്ത് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അത് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അവിടെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും തടസ്സങ്ങളും അതിലൂടെ ആയിരിക്കും വരിക. അതിൻ്റെ കാരകത്വമായിട്ട് ബന്ധപ്പെട്ട് വരിക. അവിടെയാണ് ഈ പ്രോബ്ലംസ് നിൽക്കുന്നത്. അത് സോൾവ് ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കാനാണ് രാഹു കേതു മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ ഈ പ്രോബ്ലം സോൾവ് ആവുന്ന അർത്ഥം. ഇതാണ് രാഹു കേതു മധ്യബിന്ദുവിൻ്റെ പ്രധാനം. പക്ഷെ അത് എല്ലാ ജാതകർക്കും എല്ലാവർക്കും ഉണ്ട്. രാഹു കേതു എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ഓരോരുത്തർക്കും രാഹു കേതു ഓരോ കള്ളിയിലുണ്ടാവുക. ഇതേപോലെ തന്നെ കാലസർപ്പദോഷം, കാലസർപ്പയോഗം. കാലസർപ്പദോഷമുണ്ട്, കാലസർപ്പ യോഗമുണ്ട്, രണ്ടുണ്ട്. കാലസർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവും കേതുവും നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്. അതായത് ഇപ്പുറത്തെ സൈഡിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഈ വൺ സൈഡ് മാത്രം ഗ്രഹങ്ങൾ. അപ്പം അതിൻ്റെ ലാസ്റ്റിൽ രാഹുവും കേതുവും,
ബാക്കി ഗ്രഹങ്ങളൊന്നുമില്ല. ഇതിനെ പിടിക്കുന്ന പറഞ്ഞ കാലസർപ്പ ദോഷം. രാഹുവാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന ഗ്രഹങ്ങൾ അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് വന്ന് രാഹുവാണ് എല്ലാ ഗ്രഹങ്ങളെയും പിടിക്കുന്നെങ്കിൽ ഇതിനെ കാലസർപ്പ ദോഷം എന്ന് പറയും. നേരെ മറിച്ച് ഈ ഗ്രഹങ്ങൾ മുഴുവൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ കേതു പോയിട്ട് എല്ലാ ഗ്രഹങ്ങളെയും പിടിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് കാലസർപ്പ യോഗം. അപ്പോൾ കാലസർപ്പ യോഗമുള്ളവന്, യോഗം എന്ന് പറയാൻ കാരണം അവന് ഉയർച്ചകൾ ഒരുപാട് ഉണ്ടെന്ന് അർത്ഥം. കാലസർപ്പ ദോഷമുള്ളവന് താഴ്ചകൾ ഒരുപാടുണ്ടാവും. ഒരുപാട് താഴ്ന്നിട്ട് ആണ് അവന് ഉയരാൻ പറ്റുള്ളൂ എന്നർത്ഥം. പക്ഷെ കാലസർപ്പ യോഗത്തിലാണെങ്കിൽ അവന് പെട്ടെന്ന് ഉയർച്ചകളുണ്ടാവും. അപ്പോൾ ഈ കാലസർപ്പ ദോഷവും യോഗവും അത് മാറാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. പൂജയും വഴിപാടും മന്ത്രത്തിനേക്കാളൊക്കെ നല്ലത് കാളഹസ്തി പോലുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെയാണെന്നാണ് പുരാതന പഴമക്കാർ പറയണത്. പക്ഷെ കാലസർപ്പ യോഗം മാറാനായിട്ടുള്ള ട്രിക്കുകളൊന്നും ആരും പറയുന്നില്ല. ദോഷം മാറാനുള്ളത്, ഈ ദോഷം വന്ന യോഗം പിന്നെ കുഴപ്പമില്ലല്ലോ, ദോഷം വന്നു മാറാനുള്ള ട്രിക്കുകളൊന്നും ആരും പറയുന്നില്ല. സോ ഇതിന്റെ താഴെയൊക്കെ കമന്റ്, ഇപ്പോൾ ആസ്ട്രോളജർമാർ കാണണമെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യട്ടെ. അത് കാലസർപ്പ ദോഷത്തിന് ഇന്ന പരിഹാരമുണ്ട്, ഇങ്ങനെ പരിഹാരമുണ്ട് പറയുകയാണെങ്കിൽ നല്ലതാ. ക്ഷേത്ര ദർശനം തന്നെയാണ്. ക്ഷേത്ര ദർശനം മാത്രം നമ്മൾ പറഞ്ഞ കാലാവസ്ഥയിൽ പോവുക, അല്ലെങ്കിൽ വയസ്സായവരെ സംരക്ഷിക്കുക. ഒറ്റ പ്രാവശ്യം 2-3 പ്രാവശ്യം കൊണ്ട് കാലാവസ്ഥയിൽ ഒറ്റ പ്രാവശ്യം പോയാൽ മതി എന്ന് പറഞ്ഞത്. കാരണം അവിടെ കയറിയിട്ട് നമ്മൾ നമ്മുടെ രാഹുകേതു പൂജ കഴിക്കാൻ പറയും. അത് 500 രൂപയുള്ളൊന്നുമുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ്, വസ്ത്രം കംപ്ലീറ്റ് ഊരി മാറ്റിയിട്ട് പുതിയ വസ്ത്രം ഇട്ട് വരിക. ആ പുതിയ വസ്ത്രം ഇട്ട് വരുന്ന സമയത്ത് ഇത് ദോഷം മാറുന്നതാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്നത് നമ്മുടെ തിയറിയിൽ വയസ്സായവർ, ഒരുപാട് വയസ്സായ വടിയും കുത്തി പിടിച്ച് പോകുന്ന അമ്മമാരും അച്ചാച്ചന്മാരില്ലേ, അവരെ ഹെൽപ്പ് ചെയ്യണം, അവരെ സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഈ രാഹുകേതു ദോഷം മാറും. നമ്മുടെ രാഹുകേതു ദോഷമല്ല, കാലസർപ്പ യോഗം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ശൂന്യകർമ്മ, ഈ കള്ളി എന്ന് പറയുന്നത്, ഈ ഗ്രഹനിലയിൽ ഒഴിഞ്ഞടക്കുന്ന കളികളുണ്ട്. യെസ്, അതായത് നമ്മൾ 12 കള്ളിയിൽ ഇപ്പൊ എല്ലാവരും ഗ്രഹനില എടുത്ത് നോക്കിയാലും ചില കളിയിൽ ഗ്രഹം ഒന്നും ഉണ്ടാവില്ല, ശൂന്യായിരിക്കും. ചിലത് രാഹു മാന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, ചിലരൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് ഇതെന്ത് ഈ കള്ളിയിൽ ഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഗോചാരപ്രകാരം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ജാതകം നോക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ അവരെ ജാതകം നോക്കുമ്പോൾ മീനം എന്ന് പറഞ്ഞ കള്ളിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അവരുടെ ഒരു ഗ്രഹമില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല, വെറും ബ്ലാങ്ക് കള്ളിയാണ്. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് കർമ്മയില്ല എന്നല്ല അർത്ഥം. ഇപ്പൊ മീനത്തിലാണ് ആകാശത്ത് ശനി വന്നിരിക്കുന്നത് അല്ലെ, അപ്പൊ ആ ശനിയുടെ കർമ്മ ഉണ്ടാവും. പിന്നെ കന്നി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് കള്ളിയിൽ ഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ കർമ്മ ഒരു എഫക്റ്റ് ചെയ്യും. അപ്പൊ ആളുകളുടെ വിചാരം ഈ ബ്ലാങ്ക് ആയിട്ട് കിടന്ന കള്ളിയിൽ ഗ്രഹങ്ങളില്ലെങ്കിൽ എനിക്ക് കർമ്മയില്ല എന്നാ. അങ്ങനെയൊന്നുമില്ല, 12 കള്ളിയിലും കർമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞാൽ 12 × 12 144 ഇതിലും കർമ്മയുണ്ട്. അപ്പൊ 144 കർമ്മയുണ്ട് ഒരു മനുഷ്യന് നടത്താം. ഏറ്റവും ചുരുങ്ങിയത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ അതും കൂടും. അതാണ് കർമ്മ. അതുകൊണ്ടല്ലേ കുട്ടി നമ്മൾ പറയണത്, പഴമക്കാർ പറയും മുൻജന്മത്തിൽ നമ്മൾ പാവം ചെയ്തവരാണ് നമ്മുടെ മക്കളായിട്ട് ജനിക്കാനൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയും. കർമ്മ കൂടും, കുട്ടികൾ എത്ര ഉണ്ടാവും അത്രയും കർമ്മ കൂടും. അതുപോലെ തന്നെ ഓരോ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് വജ്രായുധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ഏത് ആയുധം ഉപയോഗിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ആരാധിക്കുക അല്ലെങ്കിൽ ഉപാസിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതെന്താണ് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വജ്രായുധം നമ്മൾ ഡീകോഡ് ചെയ്യണം. വാട്ട്സ് മീനിങ് ഓഫ് വജ്രായുധ? നമ്മൾ വജ്രായുധത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദേവേന്ദ്രന്റെ കയ്യിലുള്ള ആയുധത്തെ വിളിക്കുന്ന പേരാണ് വജ്രായുധം നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരിൽ ദേവൻ, ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരിൽ ദേവനായ ആണ്. അപ്പൊ വജ്രായുധം, ഈ വജ്രായുധം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നട്ടലാണ് വജ്രായുധം എന്ന് പറയുന്നത്, നമ്മുടെ നട്ടലാണ്. അപ്പോൾ ഈ വജ്രായുധം കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യന് വജ്രായുധമുണ്ട്, എല്ലാവർക്കും വജ്രായുധമുണ്ട്, ആയുധമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ വജ്രായുധം, ഇപ്പോൾ വജ്രായുധത്തിന് പ്രത്യേകം എന്താ, ഇടിമിന്നലിന്റെ ദേവൻ, അതായത് ഇടിമിന്നലിനെയും മഴയെയും ഇടിമിന്നലിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വജ്രായുധത്തിന്റെ പ്രത്യേകത. ശക്തമായ ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ വെളിച്ചം, ഇടിമിന്നൽ സൗണ്ട്. പിന്നെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘത്തിനെയും മഴയെയും വെള്ളത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വെള്ളം, ജലം. നമ്മുടെ ബോഡിയിൽ മൊത്തം ജലമാണ്, സൗണ്ട് ഉണ്ട്, വെളിച്ചമുണ്ട്. ഈ 3 പദാർത്ഥങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് വജ്രായുധം. അപ്പൊ നമ്മുടെ ഒരു ജാതകത്തിൽ ലഗ്നം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, രാശി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലഗ്നം നോക്കിയിട്ട് അവന്റെ വജ്രായുധം കണ്ടുപിടിച്ച് ചോദിച്ചവർക്ക് മാത്രം അത് കൊടുക്കാറുള്ളൂ. കാരണം എല്ലാവരും നമ്മുടെ അടുത്ത് ജാതകം നോക്കുമ്പോൾ ചോദിക്കും, സാറിന്റെ വജ്രായുധം പറഞ്ഞുതരും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, ചോദിക്കാത്തവർക്ക് നമ്മൾ കൊടുക്കാറില്ല. അപ്പൊ ആ ലഗ്നം വെച്ചിട്ട് രാഹു കേതു എവിടെയാണ് പോയിന്റ് നിൽക്കണേന്ന് നോക്കിയിട്ട് ലഗ്നം വെച്ചിട്ട് അവന്റെ ആത്മാവ് വന്ന കർമ്മ ഏതാണോ അത് കണ്ടുപിടിച്ച്
അവൻ്റെ 10ാമത്തെ കള്ളിയിലും പോയി ശനി ഗ്രഹം എവിടെയാണോ നിൽക്കുന്നതും കണ്ടുപിടിച്ച് ഗുരുവും ശുക്രനും നോക്കിയിട്ട്, അതായത് പണം കൊടുക്കുന്നതും സമ്പാദ്യം കൊടുക്കുന്നതും കുട്ടികളെ കൊടുക്കുന്നതും കല്യാണം നടത്തുന്നതും ഗുരുവാണ്. അപ്പോൾ ഗുരു ശുക്രൻ്റെ ചേർച്ച, ഗുരു ശുക്രൻ്റെ കോമ്പിനേഷൻ, ഈ 3 ശനി ഗുരു ശുക്രൻ ലഗ്നം, ഇത് വെച്ചിട്ടാണ് അവൻ്റെ വജ്രായുധം ഏത് കർമ്മയിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ആ വജ്രായുധം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും നീ ഇന്ന എല്ലാ മാസവും നീ ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിരിക്കും, ചിലപ്പോൾ മീൻ വളർത്താനായിരിക്കും. ചില ആളോട് നമ്മൾ പറയാ കുട്ടികൾക്ക് എല്ലാ മാസം കുട്ടികൾക്ക് ചെറിയ ഒരു 10 പിള്ളേർക്ക് ഒരു 6 രൂപ ചിലവാക്കിയിട്ട് എല്ലാ മാസവും കുട്ടികൾക്ക് പുസ്തകം പേന മനസ്സിൽ ദാനം ചെയ്യാനായിരിക്കും പറയുക. ചിലപ്പോൾ ഞാൻ പറയും അന്നദാനം 5 ഭക്ഷണം ഞാൻ അന്നദാനം കൊടുക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാ വജ്രായുധം ആക്ടിവേറ്റ് ചെയ്യാനാണ് എന്ത് നമ്മൾ ഈ പറയുന്നത്. വജ്രായുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ്, നമ്മൾക്കുള്ള ആയുധം, അതായത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ശക്തിയല്ല, ആയുധമല്ലത്. ഈ ആയുധത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ നട്ടല്, രാഹു കേതു എന്ന് പറഞ്ഞ നട്ടലാണ്. ആ നട്ടല് ഇടാപിങ്ങള നാടിൽ പാമ്പുണ്ട്, സ്നേക്ക്. ഈ സ്നേക്കിനെ രണ്ടിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഈ സാധനം. അപ്പൊ നട്ടല് പരിശുദ്ധമാവും, നട്ടലിൻ്റെ ഉള്ളിലൂടെ ബ്രീത്തിങ്ങും ശ്വാസമൊക്കെ കറക്റ്റായിട്ട് പോകും. അതിനാണ് ഈ കർമ്മ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ കർമ്മ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും പുസ്തകം പേന പെൻസിൽ എല്ലാ മാസം 1000 രൂപ ചിലവാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇതൊരു 2-3 കൊല്ലം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഈ വജ്രായുധം ആക്ടിവേറ്റ് ആവും. നട്ടല്, നമ്മുടെ ദുഷ്മന നാടി, ബ്രീത്തിങ്, ശ്വാസം, അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഓറ പ്രൊട്ടക്റ്റഡ് ആവും. പിന്നെ നമുക്ക് ആക്സിഡൻറ്റ് പറ്റില്ല, അപകടം പറ്റില്ല, കറക്റ്റ് സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റും, കറക്റ്റ് സമയത്ത് കുട്ടികളുണ്ടാവും, നമുക്കെല്ലാം മുൻകൂട്ടി അറിയാനും പറ്റും. ഇനി നമ്മുടെ ഫാമിലി ഇങ്ങനെയാണ്, എൻ്റെ കർമ്മം ഇങ്ങനെയാണ്, കുട്ടികളെ ഇങ്ങനെയാണ് വളർത്തേണ്ടത്, ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെ, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫ് പ്രോബ്ലംസ് ഇല്ലാതെ മുമ്പോട്ടും. അതാണ് വജ്രായുധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നം കണ്ടുപിടിച്ചാലേ ഇപ്പം നമ്മുടെ അനിയൻ്റെയും നമ്മുടെ അച്ഛൻ്റെയും നമ്മുടെ ഫാമിലിയും പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന അർത്ഥം. അതാണ് വജ്രായുധത്തിൻ്റെ പ്രത്യേകത. അതായത് വജ്രായുധം കണ്ടുപിടിച്ച ഒരാൾ ആ റൂട്ടിൽ പോകുമ്പോൾ അവരുടെ ഫാമിലി അടക്കം രക്ഷപ്പെടും. അതാണ് ഈ വജ്രായുധത്തിൻ്റെ പ്രത്യേകത. അത് നമ്മുടെ ഈ ബുക്കിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളിതുവരെ ബുക്ക് കാണിച്ചില്ല, ബുക്ക് എന്ന് പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് ഓടിച്ച് നോക്കിപ്പോയപ്പോൾ കണ്ട കുറച്ച് പദങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ പ്രശ്നത്തോട് പറഞ്ഞുതരാം. എം തിയറി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എം തിയറി എന്ന് പറഞ്ഞാൽ സൂര്യ സിദ്ധാന്തമാണ് കേട്ടോ, എൻ്റെ പേരെ ജയിക്കരുത്. അപ്പോൾ ഇതിൽ 90% ആൾക്ക് അറിയാത്ത ജ്യോതിഷ പഠന രഹസ്യം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് കണ്ടത് ജസ്റ്റ് എന്ന് ഓടിച്ച് പറയാം. ഇതിൽ ആമുഖം, രാശി, രാഹുകേതു തത്വം, നക്ഷത്രങ്ങൾ, ഭൂതം, പഞ്ചഭൂതം എന്താണെന്നും ക്ഷേത്രങ്ങൾ, കാലചക്രം, ആത്മാവ്, 3 തത്വങ്ങൾ, ലഗ്നതത്വം, ജ്യോതിഷത്തിൻ്റെ ശാപകഥ, ഉണർവുകൾ, രാശി ഡിഗ്രികൾ, രാശി സ്വരൂപങ്ങൾ, ഗ്രഹനാമങ്ങൾ, നക്ഷത്രപദ സംഖ്യകൾ, കാലചക്ര കർമ്മ, നക്ഷത്രാധിപന്മാർ, നക്ഷത്രത്തിന് ഓരോ അധിപന്മാരുണ്ട്, അധിപൻ, ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ കാലചക്ര തത്വം, നക്ഷത്ര കർമ്മ, മൊത്തം 90 ക്ലാസ്സിലുണ്ടാവും. 90. ഇതിലിപ്പോൾ 80 ക്ലാസ് ഉണ്ട്, 90 ക്ലാസ്സിലുണ്ടാവും. 10 ക്ലാസ് എക്സ്ട്രാ നമ്മളുണ്ടാവും. നക്ഷത്ര കർമ്മ, ഗ്രഹദിക്കുകൾ, ഗ്രഹരൂപ വർണ്ണന, ഗ്രഹസഞ്ചാരകാലം, ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഗുരു 1 കൊല്ലമല്ല ഒരു കളിയിലുണ്ടാവുള്ളൂ, സൂര്യൻ 1 മാസം ഉണ്ടാവും. അങ്ങനെ പിന്നെ സഞ്ചാരകാലം, അശുഭഗ്രഹങ്ങൾ, ഓജം, യുഗ്മം, ദിനനിശാരാശികൾ, ക്രൂരം, സൗമ്യം, ചരം, സ്ഥിരം, ഉഭയം എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ദൃഷ്ടി, ഗ്രഹങ്ങൾക്ക് ദൃഷ്ടിയുണ്ട്. 5, 3, 7 ദൃഷ്ടിയുണ്ട്. ആ ദൃഷ്ടി എന്താണെന്നും, ഉച്ചം, നീചം, അത്തിച്ചം, അതിനീച്ചം, ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥലത്ത് ഉച്ചത്തിൽ വരും. ഇപ്പോൾ ഉദാഹരണം ഗുരു മാറില്ലേ, ഗുരു അടുത്ത മാസം 2-ാം തീയതി, ജൂൺ മാസം 2-ാം തീയതി മാറില്ലേ. അപ്പോൾ ഗുരു എങ്ങോട്ടാണ് മാറുന്നത്? കർക്കിടകത്തിലേക്ക്. കർക്കിടകം ഗുരുവിൻ്റെ സ്വന്തം സ്ഥലമാണ്. അവിടേക്ക് വന്നാൽ ഗുരുവിന് വളരെയധികം ശക്തി. എൻ്റെ 7-ാം ഭാവത്തിൽ എന്ന് പറയും, മകരത്തിൽ നിന്ന് 7-ാം ഭാവം. അപ്പോൾ ഗുരുവിന് ശക്തി കൂടുതലുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ ഗ്രഹങ്ങൾ ഇരിക്കുന്നവർക്കൊക്കെ ഗുരു ശക്തി കൊടുക്കും. അങ്ങനെയാണ്. എവിടെ ഞാൻ കമന്റ് ബോക്സിലാണ് തോന്നുന്നു വായിച്ചത്, 6 മാസമാണ്, 6 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കർക്കിടകത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ തിരിച്ച് കർക്കിടകത്തിലേക്ക് വരും. അതിനെ വക്രം എന്ന് പറയും. വക്രം, അതായത് ഗ്രഹങ്ങൾക്ക് ഒരു വക്രമുണ്ട്. വക്രം എന്ന് പറയുമ്പോൾ ആ വക്രത്തിൽ വരുന്ന സമയത്ത് ഇപ്പുറത്തെ ഇതിലേക്ക് കടന്നിട്ട് വീണ്ടും അങ്ങോട്ട് കിടക്കും. ഇതിനെ വിളിക്കുന്ന വക്രം. അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടത്. അതാണ് വക്രം. അതെല്ലാ ഗ്രഹങ്ങൾക്കും വക്രമുണ്ട്. ബുധനുണ്ട്, ശനിക്കുണ്ട്. ആ വക്രത്തിലൂടെ കിടക്കുമ്പോൾ മറ്റൊരു രാശിയിലേക്കും കടന്ന് കുറച്ച് ചിലപ്പോൾ ഒരു 10 ദിവസം ഉണ്ടാവുള്ളൂ, അതിന് വീണ്ടും കിടക്കും. അതിനാണ് വക്രം എന്ന് പറയുന്നത്. ശേഷം വന്നു കഴിയുമ്പോൾ വീണ്ടും മാറ്റം ഉണ്ടാവും. വക്രത്തിൽ വരുമ്പോൾ വക്രം, ചില ആളുകളുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ വക്രത്തിൽ കിടക്കുന്നുണ്ടാവും. വാന എഴുതിയിട്ടുണ്ടാവും, വക്രത്തിൽ കിടക്കണം. ചില ഗ്രഹങ്ങൾ വക്രത്തിലായിരിക്കും. അപ്പോൾ വക്രത്തിൽ കിടക്കുന്ന ഗ്രഹങ്ങൾ, വക്രം എന്ന് പറഞ്ഞാൽ സൈഡ് മാറി പോകാന്നാണ് അർത്ഥം. അപ്പോൾ വക്രത്തിൽ കിടന്നാൽ ഈ വക്രഗ്രഹങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് പ്രോബ്ലംസ് വരും. അതെല്ലാം പഠിക്കേണ്ട, അതൊക്കെ ബുക്ക് നോക്കി പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ മൂലത്രികോണം, ഗ്രഹകാരകത്വങ്ങൾ, കാലപുരുഷ തത്വം, കർത്തദോഷം, നക്ഷത്രപാദങ്ങൾ. പൊതുവേ എല്ലാ നക്ഷത്രക്കാർക്കും ഈ വരുന്ന കാലഘട്ടം ഒരു വർഷം നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായത്.
മനസ്സിലായത്. അല്ല നേരത്തെ ഞാൻ കേട്ട പ്രകാരം അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഗുരു എന്ന് പറഞ്ഞ ഗ്രഹം പുരുഷനെ സംബന്ധിച്ച് ജീവഗ്രഹമല്ലേ. അപ്പൊ പുരുഷനെ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഗുരു തന്നെയാണ്. ആ ഗുരു എന്ന് പറഞ്ഞ ഗ്രഹമാണ്. ഗുരു ഇപ്പൊ ഗുരുവിനല്ലേ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളത്, ടീച്ചറല്ലേ ഗുരു. ഇപ്പൊ ശിക്ഷിക്കാനുള്ള അധികാരം ഗുരുവിനെ തന്നെയല്ലേ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശിക്ഷ കൊടുക്കുന്നതും ഗുരുവാണ്. അപ്പൊ ആക്സിഡന്റ് പറ്റുന്നതൊക്കെ ഇവർക്ക് തന്നെയാണ്. അപ്പൊ 8ാമത്തെ കള്ളിയിലേക്ക് ഗുരു വരുന്ന സമയത്ത്, 8ാമത്തെ കളിയിൽ, അപ്പോൾ അത് 8ാമത്തെ കളിയിൽ ഗുരു വരികയാണെങ്കിൽ അവർക്ക് ആക്സിഡന്റ്, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള പരിഹാരമാണ് നേരത്തെ പറഞ്ഞ വജ്രായുധം എടുക്കുക. വജ്രായുധം എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞ പോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് പൂജയും വഴിപാടുകളില്ല. പിന്നെ അതുപോലെ തന്നെ രാശി കാരകത്വങ്ങൾ, ദശാകാലം, അശാപഹാരം, പഞ്ചാംഗം, കരണം, സ്ഫുടങ്ങൾ, വർഗ്ഗചക്രങ്ങൾ, നവാംശം, ഷഷ്ട്യാംശം, പൂർവ്വജന്മം, ബ്രഹ്മഹത്യപാപം. ബ്രഹ്മഹത്യപാപത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ബ്രഹ്മഹത്യപാപം എന്താണെന്ന് ഈ ബുക്കിനകത്തുണ്ട്. ചൊവ്വാദോഷം, കാലസർപ്പദോഷം, രാഹുകേതു ദോഷം, രാഹുകേതു മധ്യബിന്ദു, അത് ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണെന്ന്. ലഗ്ന വികാസം എന്താണെന്നും ശൂന്യ നക്ഷത്ര കർമ്മം എന്താണെന്നും ബ്രഹ്മഹത്യപാപത്തെ പറ്റി ഒന്ന് പറയാമോ, 2 വാക്ക്? ബ്രഹ്മഹത്യപാപം എന്ന് പറഞ്ഞാലേ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രഹ്മഹത്യപാപം നമ്മൾ ബ്രഹ്മത്തെ ഹത്യ ചെയ്യുക. ഒരാൾ ചെരുപ്പിടാൻ നടക്കണം, അപ്പോൾ അവൻ ഗാന്ധിസത്തിൽ വിശ്വസിച്ച് ചെരുപ്പിടാൻ നടക്കുക. അപ്പോൾ ചെരുപ്പിടാൻ നടക്കുന്ന ഒരാളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് നിനക്ക് ചെരുപ്പ് വാങ്ങാൻ ഗതിയില്ലാത്തവനാണ് നീ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയാൽ അവൻ ബ്രഹ്മത്തിൽ ലയിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം അതിന് ഇല്ലാത്തവനാണ് നീ എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സ് അങ്ങനെ വേദനിച്ചാൽ അതിനെയാണ് ബ്രഹ്മഹത്യഭാവം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിനെ ഹത്യ, കട്ട് ചെയ്യുക, അവൻ്റെ ആ തത്വത്തിൻ്റെ, അവൻ്റെ ആ സിദ്ധാന്തത്തിനെ കട്ട് ചെയ്യുമ്പോൾ അതിന് ജാതി വിളിച്ച് അധിക്ഷേപിക്കുക, അതൊക്കെ ബ്രഹ്മഹത്യഭാവം. അവൻ ആ തത്വത്തിൽ ഇങ്ങനെ പോവുക. ഒരു നമ്പൂരി ഇറച്ചി മീനും കഴിക്കില്ല, അപ്പോൾ ഇറച്ചി മീനും കഴിക്കില്ല, അത് അവനെ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക. അപ്പോൾ അവന് മനസ്സ് വേദനിച്ചാൽ അത് ബ്രഹ്മഹത്യഭാവമായിട്ട് മാറും. പക്ഷെ പലർക്കും ഈ രഹസ്യം അറിയില്ല. പിന്നെ കുലദേവത, ഗോചാരം, വിപരീത സംഗതി, ഗ്രഹചർച്ച, അങ്ങനെ തുടങ്ങി നിയമങ്ങൾ, വജ്രായുധം, നാഴിക വിനാഴിക, തലച്ചോറും ഗ്രഹങ്ങളും, നമ്മുടെ തലയും ഗ്രഹങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അത് തലാമസ്, ഹൈപ്പോതലാമസ്, സബ്തലാമസ്, എല്ലാ ഇതും. അതാണ് ഈ ബുക്ക്. കളർ ബുക്കാണ് കേട്ടോ. ഇത് കളറിലാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്തിനെ ഇറക്കിയെന്നറിയോ? അതായത് കുറേ പേര് എന്നെ തകർക്കണം, ഈ തത്വത്തെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ. കാരണം ഒരു പുതിയൊരു പയ്യൻ, ചെറിയൊരു പയ്യൻ, 10-35 വയസ്സുള്ള ഒരു പയ്യൻ ആസ്ട്രോളജറായിട്ട് ഈ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കമൻറ്റുകളും ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ കമൻറ്റ് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ ആളുകൾ ഇവൻ ഫ്രോഡാണ്, ഇവൻ തെറ്റുകാരനെന്ന് പറയുമ്പോൾ ജനങ്ങളെന്ത് വിചാരിക്കുക? ഇവൻ ഫ്രോഡാണെന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് ഞാൻ 800ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല 50 സ്റ്റുഡൻസിനെ ഞാൻ പുറത്തിറക്കി 6 മാസം കൊണ്ട്. അങ്ങനെ 6 മാസം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു ആസ്ട്രോളജി പഠിപ്പിച്ച് സ്റ്റുഡൻസിനെ പുറത്തിറങ്ങുന്ന രീതിയിലാക്കിയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായി പോവും. അപ്പം ഞാൻ ഈ ബുക്ക് വെച്ചിട്ടാണ് പഠിപ്പിക്കുക ജനങ്ങളെ. അപ്പം എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ തകർക്കാനാണ് ഈ ബുക്ക് ഞാൻ ഇറക്കിയത്. കാരണം എന്താണെന്നറിയോ? ഇപ്പം നാളെ ഞാൻ മരിച്ചു പോയെന്ന് വിചാരിക്കുക. മരിച്ചു പോയാൽ ഈ ബുക്ക് ഇവിടെ ഉണ്ടാവും. ഞാനേ മരിക്കുന്നുള്ളൂ, ഈ പുസ്തകം ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ ബുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെലുങ്കിലും കന്നഡയിലും എല്ലാ ഭാഷയിലും നമ്മൾ അച്ചടിച്ച് ഇറക്കാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ തത്വത്തെ തകർക്കാൻ പറ്റില്ല. ഈ ബുക്ക് എത്ര കാലം ഇവിടെ ഉണ്ടോ അത്രയും കാലം ഞാനിവിടെ ഉണ്ടാവും അല്ലേ? എന്നെ തകർക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ തകർക്കാതിരിക്കാൻ, എന്നെ തകർക്കണം എന്ന് ചോദിക്കുന്ന ഒരുപാട് ശക്തികളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിൽ പലരും അങ്ങനെ ആളാണ്. പക്ഷേ ഈ ബുക്ക് വിപണിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം ഞാനില്ലെങ്കിലും ഈ ബുക്ക് ഉണ്ടാവും, ഈ തത്വം ഉണ്ടാവും. ഈ ജനങ്ങൾ ഇത് കാണും, മേടിക്കും, വായിക്കും അല്ലേ? ഇത് വായിച്ചു നോക്കും, ഇതിലെന്താ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മരിച്ചാലും ഈ ബുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടും എൻ്റെ തത്വം മരിച്ചു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ഇറക്കിയത്. അതായത് നമ്മളെ തകർക്കാൻ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഇത്രയും ചെറിയൊരു പയ്യൻ, ഇനി ഞാൻ കേരളത്തിൽ മുഴുവൻ ഓഫീസിൽ തുറക്കാൻ പോകുന്നു. അടുത്ത മാസം മുതൽ ഓരോ സ്ഥലത്ത് ഓഫീസ് ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ സ്വാഭാവികമല്ലേ? വലിയ വലിയ ജ്യോതിഷന്മാർ സ്വാഭാവികമല്ലേ? പിന്നെ എനിക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ചേച്ചിയോടും ചോദിക്കാം. ചേച്ചി, ഇവിടെ നമുക്കിപ്പോൾ ഒരുപാട് ജ്യോതിഷത്തിൽ അധിഷ്ഠിതമായിട്ട് പറയുന്ന ഒരുപാട് പേരോട് വന്നിട്ടില്ലേ? ഉണ്ട്. ആരെങ്കിലും ഒരാൾ ലൈവായിട്ട് ലൈവ് പ്രൂഫ് എന്നുണ്ട് ലൈവ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ റയറാണ്. ഇല്ലയെന്നല്ല, റയറാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ തന്നെ വിശ്വാസം, കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ചാനലൊന്നും എന്തും പറയാൻ ചേച്ചി, ഇതുപോലൊരു അലക്സാഞ്ചന വ്ളോഗ്സ്, അതുപോലെ തന്നെ പല മീഡിയ ചാനൽസ് ഉണ്ട്. അവിടെയൊക്കെ വിട്ട് എന്തും വിളിച്ച് പറയാം. ബട്ട് ലൈവ് ചെയ്യാൻ ആർക്ക് പറ്റും? വേണ്ട. സ്ട്രീറ്റിൽ, റോട്ടിലിറങ്ങി ജനങ്ങൾക്ക് സ്ട്രീറ്റ് ആസ്ട്രോളജി ആർക്ക് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഞാൻ വലിയ വലിയ മഹാന്മാരുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ സിനിമാ നടന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുടെ ഫേമസ് ആയിട്ടുള്ള ആളുടെ നോക്കിയിട്ടുണ്ട് ജാതകം. അപ്പം റോട്ടിലിറങ്ങി ആർക്ക് ചെയ്യാൻ പറ്റും? അതുമാത്രമല്ല, സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് സ്റ്റുഡൻസിനെ ഇറക്കി. ഇനി സ്റ്റുഡൻസ് നിങ്ങൾ നോക്ക് ജാതകം, ഞാനല്ല നോക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇനി അപ്പോയിൻമെൻ്റ് എടുക്കുന്ന എല്ലാവരും എൻ്റെ സ്റ്റുഡൻസിന് കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ, സ്റ്റുഡൻസിനാണ് കൊടുക്കുക ജാതകം. അപ്പോൾ സ്റ്റുഡൻസ് വരെ ആയി. ഇനി നമ്മളെ തകർക്കണം എന്ന് വിചാരിക്കുന്ന ഏത് ശക്തിക്ക് പറ്റും?
ഇനി ഏത് ശക്തിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ശത്രുക്കൾ ഉണ്ടെന്നുള്ള കറക്റ്റ്. കാരണം നമ്മൾ ഒരാൾ പെട്ടെന്ന് വളർന്നു വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പല വർഷങ്ങളായിട്ട് ജ്യോതിഷം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമുക്കിനി ചെയ്യാനുള്ളത് ഈ ജ്യോതിഷകളെ കംപ്ലീറ്റ് ഇരുത്തണം. എന്നൊരു കാലത്തിട്ട് വൈകുന്നേരം വരെ ഓരോരുത്തരുടെ ജാതകങ്ങൾ എടുത്തിട്ട് പറയുന്ന അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആരാണ് സത്യമായിട്ട് ചെയ്യുന്ന ആള്, ആരാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, ആരാണ് കറക്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചത് പറയുന്നവരെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ജനത്തിന്. അല്ലെങ്കിൽ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, ആരാണ് ഒരുപാട് പേരോട് വരുന്നുണ്ട്, ഇതിൽ ആരാണ് പെർഫെക്റ്റ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമുള്ള ആളുകൾ നിലനിൽക്കും, അവർ ബുക്ക് എഴുതും, നിലനിൽക്കും, പല വർഷങ്ങളോളം ഇത് തത്വങ്ങൾ കൊണ്ടുപോകും, അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറി കൊണ്ടുപോകും. സത്യമില്ലാത്ത ആളുകൾ അവർ കുറച്ച് കാലം ഉണ്ടാവും ഈ മീഡിയയിലൊക്കെ, അത് കഴിഞ്ഞാൽ തകർന്നു പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സത്യത്തിൻ്റെ പുറകിൽ പോവുക, സത്യത്തെ പിന്തുടരുക, സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, സത്യം അന്വേഷിക്കുക, അത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലൂടെ യാത്ര ചെയ്യുക. അതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്.